2 എഞ്ചിൻ ഓപ്ഷൻസ് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അതായത് സെയിം 2 ലിറ്റർ എഞ്ചിൻ്റെ തന്നെ. അപ്പോൾ ഗൈസ് നമുക്ക് ഇന്റീരിയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ഒരു ഡ്യുവൽ ടോൺ ഡാഷ്ബോർഡ് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ വീഡിയോ എടുത്തോണ്ടിരുന്ന സമയത്ത് ഒരു ആന വന്നിട്ടുണ്ട്, കാണാൻ പറ്റും കേട്ടാ. പിന്നെ ഗൈസ് ഇവിടെ ബാക്കിലും ഒരു ചെറിയ സൺറൂഫ് വരുന്നുണ്ട്. അത് ഹായ് മോട്ടോജി റിവ്യൂസ്, വെൽക്കം ബാക്ക്, ഇറ്റ്സ് മീ ശ്രീറാം. അപ്പോൾ ഗൈസ് നമ്മൾ ഒരു കാറിന് റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ്. സോ ദിസ് ഇസ് മൈ ഫസ്റ്റ് കാർ റിവ്യൂ ആൻഡ് ഹോപ്പ് ഐ ക്യാൻ ഡു ഇറ്റ് വെൽ. അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ബെൻസിൻ്റെ C220D ആണ്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് കാർ റിവ്യൂ ആണ്. എന്തായാലും നമുക്ക് ബെൻസിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ കൂടുതലിനിയും സംസാരിക്കുന്നില്ല, എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകും. ഇന്ന് റിവ്യൂ ഇട്ടിരിക്കുന്ന വണ്ടി മെർസിഡസ് ബെൻസിൻ്റെ C220D ആണ്. അപ്പോൾ ഈ ഒരു ബാക്കെടുത്ത് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ മെർസിഡസ് ബെൻസ് പറയുമ്പോൾ എല്ലാവരും അഡ്മയർ ചെയ്യുന്നൊരു ബ്രാൻഡാണ് മെർസിഡസ് ബെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇഷ്ടംപോലെ ബ്രാൻഡഡ് കാർസ് ഉണ്ട്. ഇപ്പം ബെൻസ് ഉണ്ട്, BMW ഉണ്ട്, ഓഡി ഉണ്ട്, ജാഗർ ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും ഓരോ സ്ട്രോങ് സെഗ്മെൻറ്റ്സ് വരുന്നുണ്ട്. അതായത് ഇപ്പം ബെൻസിനാണെങ്കിൽ C-ക്ലാസ് ഉണ്ട്, ഓഡിക്ക് A4, പിന്നെ BM-നാണെങ്കിലും 3 സീരീസ്, ജാഗർ, നെക്സിന് ഓരോ ബ്രാൻഡിനും ഓരോ സ്ട്രോങ് സെഗ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഫെമിലിയർ ആയിട്ട് കാണുന്ന ഒരു ഇതാണ് C-ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ ആണെങ്കിൽ ആരെങ്കിലും നോക്കിപ്പോവും, കാരണം ഇതുപോലെ ലുക്കാണ്. പിന്നെ ഈ ഒരു C-ക്ലാസ് 220 വന്നപ്പോഴത്തേക്കും അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സിൽ, അതായത് അഡ്ജസ്റ്റബിൾ ഹെഡ്ലൈറ്റാണ് വന്നിരിക്കുന്നത്. പിന്നെ പറയാനാണെങ്കിൽ മെയിനായിട്ട് ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സിലല്ല ശരിക്കും ചേഞ്ചസ്, ഇതിൻ്റെ ക്ലസ്റ്ററിലാണ് ചേഞ്ച് വരുന്നത്. അതായത് ഇതിനകത്ത് ക്ലസ്റ്റർ ഉണ്ടോ, ചിലപ്പം DRL ചേഞ്ച് ആകും, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റിംഗ് കഴിഞ്ഞിട്ടായിരിക്കും ചേഞ്ചസ് വരാറുള്ളത്. പിന്നെ ബമ്പറിലേക്ക് പോകുകയാണെങ്കിൽ ഇതിൻ്റെ എയറും ടേക്കിനും ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ ഗ്രില്ലിന് ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ വേറൊരു കാര്യം, അപ്ഡേഷൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഈ ബ്രാൻഡഡ് കാസിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത. അതായത് അളിഞ്ഞ രീതിയിൽ ഒരിക്കലും അപ്ഡേറ്റ് ചെയ്തില്ല. അത് നമ്മുടെ ഒരു സാധാരണ ഒരു കാസ്, ഇപ്പം ഫോർ എക്സാമ്പിൾ കുറ്റം പറയല്ല, ഇപ്പോൾ സുസുക്കി ആയാലും ഹ്യുണ്ടായി ആയാലും ഒരു അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര വൾഗർ രീതിയിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ബ്രാൻഡ് കാസിലേക്ക് വരുമ്പോൾ ആ ഒരു പ്രശ്നം വരത്തില്ല. അവരവരുടെ ആ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് ഇവിടെ ഒരിക്കലും പോകത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്തായാലും ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 2 ടൈപ്പ് ലൈറ്റ് വരുന്നുണ്ട്. ഒന്ന് ഹൈ പെർഫോമൻസ് ലൈറ്റും വരുന്നുണ്ട്, ഒന്ന് മൾട്ടി ബീം ലൈറ്റും വരുന്നുണ്ട്. മൾട്ടി ബീം ലൈറ്റ് ഏകദേശം 600 മീറ്റർ വരെ ഇതിന് കവർ ചെയ്യാനുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. പിന്നെ ഹൈ പെർഫോമൻസ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു 300 to 380 അത്രയും വരെ കവർ ചെയ്യാനുള്ള ഇതുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ നോംസ് അനുസരിച്ച് അത്രയും വണ്ടിക്ക് അത്രയും പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു ലൈറ്റ് വെക്കാൻ പറ്റില്ല, കാരണം ഡ്യൂ ടു സം നോംസ് കാരണം പറ്റത്തില്ല. അപ്പോൾ പിന്നെ AMG ബോഡി ലൈൻ ഈ ഒരു വേരിയൻറ്റിന് വരുന്നില്ല. C300 വരുമ്പോൾ ആ ഒരു ഇത് വരുന്നുണ്ട്. AMG ബോഡി ലൈൻ വരുമ്പോൾ ഇച്ചിരി കൊണ്ട് തന്നെ പ്രൈസിന് ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട്. ഈ വണ്ടി എന്ന് പറയുമ്പോൾ 1950cc എഞ്ചിനാണ്, 4 സിലിണ്ടർ എഞ്ചിനാണ്, അതേപോലെ ഇൻലൈൻ ടൈപ്പ് എഞ്ചിനാണ്. അപ്പോൾ ശരിക്കും പവറും ടോർക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു 194 bhp അറ്റ് ഒരു 3800 RPM, പിന്നെ എത്ര ടോർക്ക് എന്ന് പറയുമ്പോൾ ഒരു 400 Nm അറ്റ് 1600 to 2800 RPM വരെയാണ് ഇതിൻ്റെ ഒരു വണ്ടിക്ക് എഞ്ചിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത്. പിന്നെ മെർക്ക് ഡെവലപ്പ് ചെയ്ത ഗിയർ ബോക്സിനാണ്, 9 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. പിന്നെ ഏകദേശം 66 ലിറ്റേഴ്സ് ആണ് ഇതിൻ്റെ ഒരു ഫ്യൂവൽ കപ്പാസിറ്റി, ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരു 240 ഒക്കെ പുല്ലുപോലെ കയറും, കാരണം വണ്ടിയുടെ പവറിൽ വണ്ടി ഒട്ടും വിട്ടുവീഴ്ച നൽകിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് ലുക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരു അന്യായ ലുക്കാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ച്, കാരണം ഈ ഒരു ബോഡി ലൈൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ടയറിനെ കുറിച്ച് പറഞ്ഞില്ല. ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു എജിലിറ്റി ടൈപ്പ് സസ്പെൻഷനാണ് വന്നിട്ടുള്ളത്, കോയിൽ സ്പ്രിങ്സ്. അപ്പോൾ ഇതിൻ്റെ ഉണ്ടോ ലോഗോ ഉണ്ടോ, ഒരു ടയർ ലോഗോ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു നമ്മുടെ കാറ്റടിക്കുന്ന ഭാഗത്തും ചെറിയ ലോഗോ വന്നിട്ടുണ്ട്. പിന്നെ കഴിച്ചതിൻ്റെ ഫ്രണ്ട് ടയർ എന്ന് പറയുമ്പോൾ 225/50 ആണ്, R17 ആണ് വന്നിട്ടുള്ളത്.
ഇത് 17 ഇഞ്ച് വീലാണ് വന്നിട്ടുള്ളത്. നമ്മുടെ C300 വരുമ്പോൾ ഒരു 18 ഇഞ്ച് വീലാണ് വരുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഇനിയും ബാക്കിലേക്ക് പോകാം. ഇതിൻ്റെ ബാക്ക് ലുക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമല്ല. കമ്പയർ ടു ഫ്രണ്ട് ലുക്ക് വരുമ്പോൾ ബാക്ക് ലുക്ക് അത്ര പോരാ. കണ്ടോ KL31M7. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ചെറിയ പൊടി അഴുക്കൊക്കെ ഉണ്ട്. ഇതന്നെ പുള്ളിക്കാരൻ നല്ല നീറ്റായിട്ടാണ് വണ്ടി കൊണ്ട് നടക്കുന്നത്, ഒരു രക്ഷയില്ല. കാരണം വണ്ടിക്ക് ഒരു പോറലോ തട്ടലോ ഒന്നുമില്ല, അടിപൊളിയാണ്. അപ്പോൾ ഈ വണ്ടി ഇച്ചിരി ഓട്ടം കഴിഞ്ഞിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇച്ചിരി പൊടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇൻറ്റീരിയറിലേക്ക് പോവാം. കമോൺ ഗൈസ്. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ആന വന്നിട്ടുണ്ട്. കമോൺ, നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ, അടിപൊളി. എൻ്റെ മോനെ പേടി വരുന്നു, നാട്ടിൽ ഞാൻ ഇങ്ങനെ പോവാ. അടിപൊളി ബാബാ, എൻ്റെ അളിയാ മാറിക്കോ, ഇങ്ങ വന്നു. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോവാം. കമോൺ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഇൻറ്റീരിയറിലേക്കൊക്കെ പോവാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ഒരു ഡ്യുവൽ ഡാഷ്ബോർഡ് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ പറ്റും, കണ്ടോ. പിന്നെ 4 പെർമസിൻ്റെ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുന്ന ഒരു പക്ക ക്ലാസ്സിൽ ലുക്ക് തന്നെയാണ്. പിന്നെ ഇതിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഒരു നമ്മുടെ ടച്ച് സ്ക്രീനിൽ ചെറിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഇച്ചിരി വലുപ്പം കൂട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഗ്രാഫിക്സിലായാലും കമാൻഡ് സിസ്റ്റത്തിലായാലും ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഒരു ഹാൻഡിയാണ്. നമുക്ക് എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് മീറ്റർ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഫുൾ LED ട്രീറ്റ്മെൻറ്റ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് മെർസിഡസ് ബെൻസ്. അപ്പോൾ ഇവിടെ ഒരു ലോഗോ വരുന്നുണ്ട്. പിന്നെ ലെഫ്റ്റിലും റൈറ്റിലും കുറച്ച് സ്വിച്ചസ് വരുന്നുണ്ട്. ഈ ലെഫ്റ്റിൽ നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും റൈറ്റിൽ നമുക്ക് സെൻട്രൽ കൺസോൾ സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് റൈറ്റിൽ നമുക്ക് ഈ കോൾ അറ്റൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ലെഫ്റ്റിൽ നമുക്ക് പാട്ടിൻ്റെ വോളിയും കാര്യങ്ങളും ഇവിടെ നമുക്ക് പാട്ടിൻ്റെ വോളിയും കാര്യം വരുന്ന ഒരു റോട്ടറി നോബ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത് ടച്ചാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് എന്തെങ്കിലും പാട്ട് മാറ്റുകയോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു സ്വിച്ച് വരുന്നുണ്ട് റൗണ്ട്, ഇത് നമുക്ക് തിരിക്കാനും പറ്റും, അതേപോലെ പ്രസ് ചെയ്യാനും പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ കാണുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഓരോ വണ്ടിയുടെ മോഡ്സ് ആണ്. ഡൈനാമിക്, സ്പോർട്ട് പ്ലസ്, അതേപോലെ തന്നെ എക്കോ, എക്കണോമിക്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മൈലേജ് നോക്കി പോകാനാണെങ്കിൽ എക്കണോമിക് ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഈ റൈറ്റ് സൈഡിൽ നമുക്ക് പാട്ടിൻ്റെ വോളിയം കൂട്ടാൻ പറ്റും. പിന്നെ പവർ സ്വിച്ച്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻറ്റീരിയർ എന്ന് പറയാനാണെങ്കിൽ. ടോട്ടലി നമുക്ക് ഒരു 6 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഇവിടെയും കൂടെ കൂട്ടി നമുക്ക് 6 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഇവിടെയും കുറേ സ്വിച്ചസും കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു ബെൻസിൻ്റെ ചെറിയ ലോഗോ ഉണ്ട്, ഒരു ചെറിയ ക്ലോക്ക് വരുന്നുണ്ട്, ഒരു റൗണ്ട് ഷേപ്പിൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസ് വരുന്നുണ്ട്. നമുക്ക് ബോട്ടിലും കാര്യങ്ങളും വെക്കാം. പിന്നെ ഒരു അത്യാവശ്യം കാരണം നമുക്ക് എന്തെങ്കിലും ഫോണോ കാര്യങ്ങളൊക്കെ വെക്കാം. 3 തരത്തിൽ നമുക്ക് ഇൻഫോർടൈൻമെന്റ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ടച്ച് പാഡിലും റോട്ടറി നോബിലും, 2 തരത്തിൽ ടച്ച് പാഡിലും നമുക്ക് റോട്ടറി നോബിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഒരു നോബ് വരുന്നുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റിലും റൈറ്റിലും, അതായത് നമ്മുടെ സ്റ്റിയറിംഗ് ലെഫ്റ്റിലും റൈറ്റിലും സ്വിച്ചസ് വരുന്നുണ്ട്. ലെഫ്റ്റിൽ നമുക്ക് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യാൻ പറ്റും. റൈറ്റിൽ സെൻട്രൽ കൺസോൾ മീറ്റേഴ്സ്, അതായത് നമുക്കിപ്പം കോൾ എടുക്കാനായാലും പിന്നെ മീറ്റർ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനായാലും അതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് നമുക്ക് ഈ ക്രൂയിസ് കൺട്രോളിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ മ്യൂസിക്കിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സ്റ്റിയറിംഗ് സെക്ഷൻ എന്ന് പറയാനാണെങ്കിൽ. ശരിക്കും അതൊരു അക്സെപ്റ്റഡ് ഡിസൈൻ. പിന്നെ ക്രൂയിസ് കൺട്രോളിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയുന്ന പോലെ റൈറ്റ് സൈഡിലാണ് സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു സ്പീഡ് നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇപ്പോൾ വണ്ടി പാർക്കിലാണ് കിടക്കുന്നത്. പിന്നെ ഒരു RPM മീറ്റർ, അതേപോലെ ഫ്യൂൽ ഗേജ്, പിന്നെ ടൈം, പിന്നെ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമുക്ക് മീറ്റർ എന്ന് പറയാനാണെങ്കിൽ. പിന്നെ നമുക്ക് ഡോർ സെക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ആസ് യൂഷ്വൽ പറയുന്ന പോലെ പവർ വിൻഡോ സ്വിച്ചസ്, പിന്നെ ഒരു മിറർ അഡ്ജസ്റ്റർ വരുന്നുണ്ട്, പിന്നെ ലോക്ക് അൺലോക്ക്, പിന്നെ നമുക്കിവിടെ വണ്ടി സ്റ്റാർട്ടാക്കുന്നതും ഓഫ് ആക്കുന്നതും സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഒരു ലൈറ്റ് അഡ്ജസ്റ്റർ, ഒരു ഡിക്കി ഓപ്പൺ ചെയ്യുന്നൊരു സ്വിച്ച് ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസ് വരുന്നുണ്ട്. നമുക്ക് വാട്ടർ ബോട്ടിലോ കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. അത്യാവശ്യം സാധനം സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു നല്ല സ്പേസ് ഉണ്ട്. പിന്നെ കേസ് ഇവിടെ ഒരു 3 സ്വിച്ച് വരുന്നുണ്ട്. നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് മുമ്പേ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ. പിന്നെ കേസിന് നമുക്ക് സൺറൂഫ് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ഇത് ഇപ്പോൾ ഓപ്പണായി കിടക്കുകയാണ്. പിന്നെ കേസ് നമുക്കിൻ്റെ സേഫ്റ്റിനെ കുറിച്ച് പറയാം. 6 എയർ ബാഗാണ് അതിനകത്ത് വരുന്നത്. ഒന്ന്
പാസഞ്ചർ എയർ ബാഗ്, പിന്നെ നമ്മുടെ കോ പാസഞ്ചർ, പിന്നെ ബാക്കിൽ 2 വരുന്നുണ്ട്, പിന്നെ ഈ സൈഡിലും അടിപൊളി എയർ ബാഗ് വരുന്നുണ്ട്. ടോട്ടലി 6 എയർ ബാഗ്സ് ആണ് വരുന്നത്. അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇത് 5 സ്റ്റാർ റേറ്റിംഗ് ആണ് വരുന്നത്. പിന്നെ ഗൈസ് ഇതിൻ്റെ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റബിൾ സീറ്റാണ് വരുന്നത്. അത്യാവശ്യം നമ്മുടെ നീളവും കാര്യവും അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആദ്യം വിചാരിച്ച് എൻ്റെ തല ഇടിക്കും, പക്ഷേ പിന്നെ മനസ്സിലാക്കിയ നമുക്ക് നമ്മുടെ നീളവും കാര്യങ്ങളും അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ശരിക്കും റൈഡിങ് കംഫർട്ട് ഒരു പക്കയാണ്. ഇവിടെ നമുക്ക് വലിയൊരു പാഡിൽ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, വലിയ രീതിയിലൊരു പാഡിൽ വരുന്നുണ്ട്. ഇത് നമ്മുടെ ആക്സിലറേഷന്, ഇത് ബ്രേക്കും വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് പിന്നെ ഒരു മെയിൻ ചേഞ്ചസ് ഇൻ C-Class എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എഞ്ചിനിലും പവർ ട്രെയിനിലുമാണ് ഒരു ചേഞ്ചസ് വന്നിട്ടുള്ളത്. ഇപ്പോൾ എഞ്ചിനിൽ പറയാനാണെങ്കിൽ 2 എഞ്ചിൻ ഓപ്ഷൻസ് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അതായത് സെയിം 2 ലിറ്റർ എഞ്ചിൻ്റെ തന്നെ 2 ഔട്ട്പുട്ട്, അതായത് ഒന്ന് 192 bhp അറ്റ് 3800 RPM, പിന്നെ പറയാനാണെങ്കിൽ എന്താ പറയുന്നത് 400 Nm ടോർക്ക് അറ്റ് ഏകദേശം 1600 to 2800 RPM വരെ, അതായത് C220Dയിൽ. പിന്നെ 300ലേക്ക് പോകുമ്പോൾ ഏകദേശം ഒരു 241 bhp ഔട്ട്പുട്ട് വരുന്നുണ്ട്. അതുപോലെ ടോർക്ക് പറയുമ്പോൾ ഏകദേശം ഒരു 500 Nm തന്നെ വരുന്നുണ്ട്. അപ്പോൾ C300 എന്ന് പറയുമ്പോൾ AMG ബോഡിൽ വണ്ടിയുടെ ഒരു അത് പെട്രോൾ വേരിയൻ്റാണ് വരുന്നത്. അപ്പോൾ ഒരു എക്സോസ്റ്റും കാര്യങ്ങളും വെച്ചുകൊണ്ട് വണ്ടി കാമാണ്, എന്നാലും ഇച്ചിരി കൂടി റോറിംഗ് ആണ് വണ്ടി. കാരണം ഒരു സ്പോട്ടി സംഭവമാണ്. പിന്നെ പവർ ട്രെയിൻ എന്ന് പറയുമ്പോൾ പവർ ട്രെയിൻ ആണ് വണ്ടിയുടെ ചെറിയ രീതിയിലുള്ള ഒരു പവർ വേരിയേഷൻസ് വരുന്നുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ എന്താ പറയുന്നത് C220 തന്നെ, അതായത് 3 ട്രിം ഓപ്ഷൻസ് ആണ് ഈ വണ്ടിയിൽ വരുന്നത്. അതായത് C220 2 ട്രിമ്മും പിന്നെ C300 വരുമ്പോഴത്തേക്ക് ഒരു ഹയർ ട്രിം ഓപ്ഷനും വരുന്നുണ്ട്. പിന്നെ ഈ വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ യൂസർ റിവ്യൂ എന്ന് പറയുവാണെങ്കിൽ നല്ല ഫീഡ്ബാക്ക് ആണ് കിട്ടുന്നത്. വണ്ടി റൈഡിങ് കംഫർട്ട് ആയാലും ഏകദേശം. പിന്നെ ഒരു കാര്യം പറയാനാണെങ്കിൽ ഈ ഒരു ബെൻസിന്റെ ഈ ഒരു C-Classന്റെ ഒരു പ്രത്യേകത ഭയങ്കര റൈഡിങ് കംഫർട്ട് പക്കയാണ്. കാരണം വണ്ടി ഗ്രൗണ്ടുമായിട്ട് വളരെ അടുത്താണ് നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ റൈഡിങ് കംഫർട്ട് വളരെ പക്കയാണ്. അപ്പോൾ ഇത് കുറെ യൂസർ റിവ്യൂസും ഓഡിറ്ററുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഗൈസ് വണ്ടിയുടെ ബാക്ക് സീറ്റിലേക്കൊക്കെ പോവാം. ബാക്കിലേക്ക് നമുക്ക് കയറുമ്പോൾ ശരിക്കും വണ്ടിയുടെ ബാക്കിൽ നമുക്കൊരു AC വെന്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ബാക്കിലും വളരെ ശരിക്കും ഈ ഒരു മെർസിഡസ് ബെൻസ് എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത് കംപ്ലീറ്റ്ലി ഇന്റീരിയർ ഒരു ഭയങ്കര ഒരു ക്ലാസി ഫീലാണ്. സീറ്റായാലും കാര്യങ്ങളായാലും കണ്ടോ. പിന്നെ ഇവിടെ പവർ വിൻഡോ സ്വിച്ച് വരുന്നുണ്ട്. എല്ലാം ഒരു ക്രോം ഫിനിഷ്ഡാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ സ്പീക്കേഴ്സ് വരുന്നുണ്ട് ബാക്കിൽ. പിന്നെ ഇവിടെ നമുക്ക് ഒരു കൈ പിടിക്കാനുള്ളൊരു സംഭവമുണ്ട്. പിന്നെ കേസ് ഇവിടെ ബാക്കിലും ഒരു ചെറിയ സൺറൂഫ് വരുന്നുണ്ട്. അതേപോലെ ഈ ഒരു സംഭവം മാത്രമേ നമ്മൾ നീങ്ങുന്നുള്ളൂ, ഗ്ലാസ് മാറത്തില്ല. പെനോറാമിക് സൺറൂഫ് തന്നെയാണ്, എന്നാൽ പോലും ഇവിടെ ഫ്രണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി മാറുന്നുണ്ട്, പക്ഷെ ഇവിടെ നമുക്ക് ഗ്ലാസ് മാറുന്നില്ല. ഓക്കെ, ഇത്രയൊക്കെയുള്ളൂ നമുക്ക് ബാക്ക് സെക്ഷനിൽ നിന്ന് പറയാനാണെങ്കിൽ. പിന്നെ കേസ് ഇവിടെ ഒരു റെഡ് ലൈറ്റ് വരുന്നുണ്ട്, ഒരു ഡോർ ഓപ്പൺ ഇൻഡിക്കേഷനാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയ യൂട്ടിലിറ്റി സ്പേസും ബോട്ടിലും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. പിന്നെ ഗൈസ് ഇതിന് ബാക്കിൽ സെൻസേഴ്സ് വരുന്നുണ്ട്, പാർക്കിംഗ് സെൻസേഴ്സ് ആസ് യൂഷ്വൽ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലും അതേപോലെയാണ് സെൻസേഴ്സ് വരുന്നുണ്ട്. കാണിച്ച് ഫ്രണ്ടിലും അതേപോലെ ഇവിടെയും സെൻസേഴ്സ് വരുന്നുണ്ട് ഫ്രണ്ടിലും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വണ്ടീനെ കുറിച്ച് പറയാനാണെങ്കിൽ. പിന്നെ നമുക്ക് വണ്ടിയുടെ ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ ടോട്ടലി ഒന്ന് പറയാം. വണ്ടിയുടെ ലെങ്ത് 4686 mm, വിഡ്ത്ത് 1810 mm, പിന്നെ ഹൈറ്റ് 1442 mm, ഗ്രൗണ്ട് ക്ലിയറൻസ് 157 mm, വീൽ ബേസ് 2840 mm. അപ്പോൾ ഗൈസ് റൈഡ് റിവ്യൂ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഈ വീഡിയോ സെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, കാരണം നമ്മളെ ഫസ്റ്റ് കാർ റിവ്യൂ ആണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് കാണുമായിരിക്കും. അപ്പോൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് സെക്ഷൻ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ അടുത്തൊരു ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്, BMW ഒരു 530 വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.